ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് ഞങ്ങൾ ടെൻറ്റാണ് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഞങ്ങൾ പോയിരിക്കാൻ ടെൻറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് കാട്ടിത്തരാൻ പോണത് ഒബ്ബ. അപ്പോൾ ഇതാണ് നമ്മളെ ടെൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇത് പിന്നെ സൈഡ്, പിന്നെ ഇതിൻ്റെ മുകളിൽ എന്താ പറയുക, ഇതിൻ്റെ മുകളിൽ ഒരു കല്ല് വെച്ചതാണ് കേട്ടോ. കല്ല് വെച്ചതെന്ന് പറഞ്ഞാൽ അവിടെ കാറ്റ് നല്ലോണം ഉണ്ട്. കാറ്റ് ഉണ്ടാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കാറ്റ് ഇങ്ങോട്ട് എറിയുമ്പോൾ ഇതിൻ്റെ ഈ ലെയർ ഉണ്ടല്ലോ, ഈ കമ്പിയൊന്നും പറഞ്ഞില്ല, അതൊരു ഫൈബറിൻ്റെ എന്തോ ഒരു സാധനമാണ്. അപ്പോൾ ആ ഫൈബറിൻ്റെ സംഭവം പൊട്ടാൻ സാധ്യതയുണ്ട്. ഇതൊരു രണ്ട് പേർക്ക് എന്നല്ല, ഞാനും വൈഫും കുട്ടികളൊക്കെ ഇതിൽ കുഴപ്പമില്ലാതെ കിടക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇതാണ് നമ്മളെ വീടിൻ്റെ മുകൾ ഭാഗം. ശരിക്കും ഇത് അവിടെയാണ് അടിക്കേണ്ടിയിരുന്നത്. അവിടെ എപ്പോഴും കാറ്റ് കാരണം അവിടെ ടെൻറ്റ് ഇരിക്കണില്ല. ടെൻറ്റ് അടിച്ച് കാറ്റ് പറത്തിക്കൊണ്ടാണ്. അപ്പോൾ ഇവിടേക്കാക്കി ഞാൻ. ഈ ടെൻറ്റ് അന്ന് ഞാൻ വാങ്ങി, കുറേ മുമ്പ് വാങ്ങിയതാണ്. അന്ന് വാങ്ങിയേക്കുമ്പോൾ ഇതിന് 1000 സംതിങ് ഒന്നും ഉണ്ടാകും. ചിലപ്പോൾ പെട്ടെന്ന് 800 രൂപയൊക്കെ പെട്ടെന്ന് ഈ ടെൻറ്റ് ചാടും, റേറ്റ് ചാടും. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളുണ്ടല്ലോ, ഇതിൻ്റെ ഈ ലെയർ ഇതിൻ്റെ ഫൈബറിൻ്റെ കോലുകളുണ്ട്, കമ്പ്, അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. വില്ല് എന്താ അറിയില്ല. പക്ഷെ ആ സാധനം ഉണ്ടല്ലോ, ആ സാധനം പെട്ടെന്ന് പൊട്ടും. അപ്പോൾ അത് ഇതിൽ കുറച്ച് കുഴപ്പമില്ല. ബാക്കിയൊക്കെ അത്യാവശ്യം മഴ പെട്ടെന്ന് വെള്ളമൊന്നും ഉള്ളിലേക്ക് കയറൂല മഴ പെയ്താലൊന്നും. പിന്നെ അടിഭാഗം നനയും. അടിഭാഗത്ത് വെള്ളമായി കഴിഞ്ഞാൽ മുകളിലേക്ക് നനവ് കയറും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഞാൻ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഒരു ഹാപ്പി ആയിട്ടിരിക്കാനുള്ളൊരു നമ്മുടെ സംവിധാനമാണിത്. ഞാനും മക്കളും വൈഫും എല്ലാവരും ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു ഫുഡൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം കാണാം. അപ്പം ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് ചെറിയ റേറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് ഒരു ടെറസിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ടൊരു ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഈ ടെൻറ്റ്. കണ്ടില്ല, ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകട്ടെ. ഞാൻ പറയട്ടെ, അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്കൊക്കെ ഒരു വീടിൻ്റെ മുകളിലൊക്കെ വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാൻ ഇങ്ങനത്തെ ഒരു ചെറിയ ടെൻറ്റ് മതി. പിന്നെ ക്യാമ്പിങ്ങിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ സുഖമാണ്. ഇതിൽ ഞാൻ കൊടുത്തിരിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഴയ ബെഡ് ഉണ്ടാകുന്നു. അപ്പോൾ ബെഡിൻ്റെ ഒരു സ്പോഞ്ച് ഉണ്ട്. ആ സ്പോഞ്ച്, പിന്നെ ഇതിന് സാധാ പായ കൊടുത്തിരിക്കണത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ ഞാൻ പറഞ്ഞുതരാം. ഇത് സോളാർ ഇതിൽ കൊടുക്കണുള്ളൂ. സോളാർ ഇതിൻ്റെ മുകളിൽ കൊടുക്കണുള്ളൂ. സോളാർ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചാർജ് കയറിയിട്ട് നമുക്ക് 4-5 ദിവസം കത്തിക്കുക. അതിൻ്റെ ഉള്ളിൽ വെളിച്ചം ഉണ്ടാവും. ഇതാ ഇവിടുത്തെ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇവിടെ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് കത്തും. എന്താ കണ്ടോ, ഇത് നൈറ്റ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു. എന്നിട്ട് ഇത് സെക്കൻഡ്, ഇത് ഏറ്റവും പവർ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവറാണ്. ഇതിപ്പോൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല. വൈകുന്നേരം ടൈമിലുണ്ടല്ലോ, അത് ഇട്ട് കഴിഞ്ഞാൽ ഈ പുറത്ത് കൂടെ ഒക്കെ ഇതിൻ്റെ നമ്മൾ ഈ പുറം ഭാഗം ഉണ്ടല്ലോ, ഇതിനൊക്കെ വെളിച്ചം പോയിട്ട് അതിനൊക്കെ നല്ല വെളിച്ചമായിരിക്കും. സംഭവം സെറ്റാണ്. അപ്പം ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ്. കാരണം വൈകുന്നേരങ്ങളിൽ കുട്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരിക്കും, ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ എന്തായാലും വെളിച്ചം വേണമല്ലോ. പിന്നെ കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ LED വീടിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കണം. ഒരു LED നമുക്ക് യൂസ് ചെയ്യാം വീടിൻ്റെ ഉള്ളിൽ. ഉണ്ടോ പവർ ലൈറ്റ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ചാർജ് കയറും. അപ്പോൾ ചാർജ് കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ചാർജ് ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് ചാർജിങ് ചെയ്യുന്നത്. ഇനി ഇതിലായിരിക്കും, സോളാറിലായിരിക്കും ഇനി ചാർജ് കയറാൻ പോണത്. പിന്നെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ മൊബൈൽ വെക്കാനൊക്കെ ഉള്ള ഒരു ഇത്. പിന്നെ ഇവിടെ തന്നെ
ആണല്ലേ സ്വിച്ച് ഇതവിടെ. ഇതൊരു പഴയ ഇതാണ്. എന്താ ഇപ്പോൾ ചെറിയൊരു കൂളർ ഉണ്ടല്ലോ നമുക്ക് ഇതിന്ന് കിട്ടുന്നത്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും. അത് വാങ്ങിയതാണ്. അത് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അതുമ്മയാണ് ഞാനിപ്പോൾ സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിട്ട് പിന്നെ കത്തും, ഇത് ഓഫാക്കാം, കത്തിക്കാം. പിന്നെ ഇതുമ്മ തന്നെയാണ് ഇതിൻ്റെ സെക്കൻഡ് എടുത്തില്ല. ഇത് ഫസ്റ്റ് ഇതില്ലോ, ഇത് വെളിച്ചം കമ്മിയായിരിക്കും. ഇനി വെളിച്ചം കൂട്ടാം നമുക്ക്. ഇത് ഒന്നുകൂടി അതുക്കും മേലെ, ഇത് അതുക്കും മേലെ, ഇത് ഭയങ്കര പവറായിരിക്കും. അത് നമ്മൾ ഓഫ് ഇവിടെ വരണം കേട്ടോ. ഓഫ് ഇവിടെ. ഇനി നമുക്ക് കടന്ന് എടുക്കാം. അത്യാവശ്യമൊക്കെ ഉണ്ടല്ലേ, ഒരാൾക്ക് 2 ആൾക്ക് 3 ആൾക്ക് നേരെ കിടക്കാറ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വീട്ടിലൊക്കെ ആരുമില്ലാത്ത ടൈമുണ്ടാവും. വൈഫും കുട്ടികളൊക്കെ വീട്ടിൽ പോകുന്ന ടൈമിൽ പിന്നെ വീട്ടിൽ ആരും ഉണ്ടാവില്ല. അപ്പം ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിലായിരിക്കും. അത്യാവശ്യം ഇങ്ങോട്ടും അത്യാവശ്യം ഗ്യാപ്പുണ്ട്, അങ്ങോട്ടും അത്യാവശ്യം ഗ്യാപ്പുണ്ട്. പിന്നെ നേരെ നോക്കുകയാണെങ്കിൽ പിന്നെ മോൾ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഭാഗത്തിലൊരു ചെറിയൊരു നെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കൊതുകല്ല, ശ്വാസത്തിന് വേണ്ടിയിട്ട്, എയർക്കുലേഷൻ വരാനും പോകാനും വേണ്ടിയിട്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടു, ഇനി നമ്മളെ ഇത് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഇടാതെ നമുക്ക് ഇതിൽ കിടക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തുറന്നിട്ട് കിടക്കാം. കൊതുക് ഇതൊരു കൈ കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര റിസ്ക് കണ്ടില്ലേ. ഇത് കൊതുക് വല, ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് ഇങ്ങോട്ടൊന്നും കയറി വരാതിരിക്കല്ലത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ശീലമാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ച് വിട്ടുപോരുന്നില്ല, കണ്ടോ. നല്ല ബലത്തിൽ തന്നെയാണ്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്, കണ്ടോ. നിങ്ങൾക്ക് കാണൂല. ചെറിയൊരു വിലക്ക് ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്നുണ്ട് മോഡൽ 10. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രയൊക്കെ തന്നെയുള്ളൂ എനിക്ക് പറയാനുള്ളത്. നിർബന്ധിപ്പിച്ച ആരെയും എനിക്ക് പറ്റൂലല്ലോ, മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ബൈ.